നമ്മൾ ഇന്ന് ഒരു മൂവി കാണാൻ പോവാണ് ഗൈസ്. പണി എന്ന് പറഞ്ഞ ജോജുവിൻ്റെ മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേണൈസിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷേണൈസിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാൾ കൊണ്ടേ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനീത്തിയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ചേച്ചി നമുക്ക് മൂവിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സർപ്രൈസായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതും ഷേണൈസിൽ ഏതൊരു തവണയിലും കയറണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഷേണൈസിൽ എത്തിയിട്ടുണ്ട്. 10:30-ത്തെ ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ഫസ്റ്റ് ടൈം ഇവിടെ കയറുന്നതുകൊണ്ട് എവിടെയാണ് എന്താണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരിടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങി, പിന്നെ കുടിക്കാൻ വേണ്ടി പെപ്സിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ കയറുന്നത്. എവിടെ പോയാലും മൂവിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ അല്ലേ. എന്താണെങ്കിലും പണി എന്നുള്ള മൂവി ഞാൻ ഫസ്റ്റ് തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കുറേ കേട്ടും കണ്ടും ഒക്കെയാണ് മൂവിക്ക് ഇവർ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. കാരണം ഇതുപോലുള്ള മൂവീസൊക്കെ വരണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ റിവെഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തും കൊടുത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ കേരളമൊക്കെ എന്നേ നന്നായേനേയും എന്നൊക്കെ തോന്നിപ്പോയി. കാരണം അധികാരമൊക്കെ നമ്മൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നേ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ എന്നേ നിർത്തുന്നേനെ, ഒരു പേടിയും കാര്യങ്ങളൊക്കെ വന്നേനെ. പക്ഷെ ഇപ്പോൾ ഫുള്ള് എല്ലാവർക്കും എന്താ പറയുക, അറിയാമല്ലോ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലും ജയിലിൽ കുറേ നാൾ കിടക്കും, പിന്നെ ഇറങ്ങും വീണ്ടും അതുപോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുള്ളതൊക്കെ തോന്നിപ്പോയി. എന്താണ് ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അമ്മയെ നല്ല അഭിപ്രായമാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളതാ തിരിച്ച് വരികയാണ് ഗൈസ്. എന്താകുമെന്നൊന്നും അറിയില്ല, ഭയങ്കര എക്സൈറ്റിങ്ങിലാണ് ഞാൻ. ഇതാണ് ഗൈസ് എൻ്റെ സിസ്റ്റർ, എൻ്റെ മാമൻ്റെ മോളാണ്. അപ്പം അവളിവിടെ എറണാകുളം തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകാറുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മൂവിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നൈസായിരുന്നു, എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഈ മൂവി കണ്ടിറങ്ങിയപ്പം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവി. അതിൻ്റെ ക്ലൈമാക്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പോയത്. ദൈവമേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നിങ്ങനെ തോന്നിപ്പോയി. അയ്യോ, വല്ലാത്തൊരു ഒരു നിമിഷം ഇങ്ങനെ സ്റ്റക്കായിപ്പോയി ഞാൻ ക്ലൈമാക്സ് കണ്ടിട്ട്. നൈസായിരുന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഷോക്കായിപ്പോയത് കുറച്ച് സമയം ക്ലൈമാക്സ് കണ്ടിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ലാസ്റ്റ് ക്ലൈമാക്സിനെ പറ്റി തന്നെ ആയിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലും അതെന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ഇങ്ങനെ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അമ്മ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നാലും അതെങ്ങനെ ചെയ്തിടി, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോടി. ഇത് തന്നെയായിരുന്നു പാവം അമ്മ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ സലാം തട്ടുകടയിൽ കയറി ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെ പിന്നെ ഫുൾ ടൈം ഓണാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇന്നാണെങ്കിൽ ഈവനിങ് അമ്മ എനിക്ക് പുട്ടും പഴമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ മൂവിക്ക് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ പ്രത്യേകം പറഞ്ഞു കഴിക്കുകയൊന്നും വേണ്ട, ചായ മാത്രം കുടിച്ചാൽ മതി, വീട്ടിൽ പോയിട്ട് അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ അമ്മ എനിക്കൊന്നും ഉണ്ടാക്കി തരത്തില്ല ഗൈസ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ അമ്മ അത് ഉണ്ടാക്കി തരും ഇത് ഉണ്ടാക്കി തരും എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കി തരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാക്കി തരത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ പുട്ടും ചിരട്ടപ്പുട്ടാണ് കേട്ടോ, പുട്ടും പഴവും കൂട്ടി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഒരു ബൂസ്റ്റ് കൂടെ എനിക്ക് കിട്ടി. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.